അസ്സലാമു അലൈക്കും. ഫുഡ് ഓൺ ക്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുബൂസിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിപ്പാണ്. 4 ഡിപ്പ് സോസാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് 3 ബേസാണ് നമുക്ക് വേണ്ടത്. ബേസ് മീൻസ് 3 ഐറ്റംസ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. വഴുതനങ്ങയും വെള്ളക്കടലയും അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഫസ്റ്റ് വൺ കാണിക്കുന്നത് വഴുതനങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വഴുതനങ്ങ ഫോക്ക് ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ടും ഹോൾസ് ഇട്ട് കൊടുക്കണം. പിന്നീട് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് അത് ഗ്രിൽ ചെയ്തെടുക്കണം. ഇതിൻ്റെ 2 സൈഡും നമുക്ക് നല്ല പോലെ ഗ്രിൽ ചെയ്തെടുക്കണം. വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വരണം. അതിനുശേഷം ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ കഴമ്പെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഇത് നല്ല പോലെ മാഷ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി അതിലോട്ട് ഒരു അല്ലി വെളുത്തുള്ളി നല്ല പോലെ ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളക്കടല ഉപയോഗിച്ചിട്ടുള്ളതാണ്. വെള്ളക്കടല കുക്കറിൽ നല്ല പോലെ വേവിച്ചെടുക്കണം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തഹിനി സോസ്, അതായത് നമ്മുടെ വെളുത്തുള്ളി അരച്ചത്, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. നെക്സ്റ്റ് നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ 3 ബേസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ നടക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ വഴുതനങ്ങ ഗ്രിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഹാഫ് എടുത്ത് നമുക്ക് വേറെ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തഹിനി സോസ്, 1/2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ഡിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് മുത്തബൽ. ഇനി ബാക്കിയുള്ള വഴുതനങ്ങയും നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ഹാഫ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ തഹിനി സോസ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടേബിൾ സ്പൂൺ യോഗർട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ബീട്രൂട്ട് മുത്തബൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തത് ഹമ്മൂസാണ്. ഹമ്മൂസ് ഇനി ഒന്നും ചെയ്യേണ്ട, നമ്മൾ വെള്ളക്കടല അരച്ചെടുത്തല്ലോ തൈരും തഹിനിയും ഒക്കെ ഒഴിച്ചിട്ട്, അത് തന്നെയാണ് ഹമ്മൂസ്. അതിലിനി ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒലിവ് ഓയിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മൾ അരച്ച ഹമ്മൂസിൽ നിന്നും ഒരു ഹാഫ് ഇതുപോലെ ഒരു ബൗളിലോട്ട് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഹാഫ് ഹമ്മൂസിലേക്ക് നമ്മൾ നേരത്തെ ഹാഫ് എടുത്തിൻ്റെ ബാക്കിയുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എക്സ്ട്രാ വേറൊന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ ഹമ്മൂസിലേക്ക് നേരത്തെ തന്നെ തൈരും തഹിനിയും എല്ലാം ചേർത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ 4 ടിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ബീട്രൂട്ട് വെച്ച് ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കാരണം ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും ഇതിന്. നമുക്കിത് കുബൂസിൻ്റെ കൂടെ അല്ലാതെ തന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സാൻഡ്വിച്ചിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീണ്ടും പുതിയ പുതിയ റെസിപ്പിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.